ഈ ഒരു എക്സ്പെരിമെൻറ്റിനായി ഞാൻ ആദ്യം തന്നെ ഒരു ടോർച്ച് എടുത്തു, പിന്നെ ഒരു സൺഗ്ലാസും എടുത്തു. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ടോർച്ച് ഡയറക്റ്റായി എൻ്റെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ സൺഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഞാൻ അടിക്കുമ്പോഴോ എനിക്ക് അവിടെ ഒരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും കാണുന്നില്ല. ഇതെന്തുകൊണ്ടായിരിക്കാം? ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുക. ഇതിനായി നമുക്കൊരു എക്സ്പെരിമെൻറ്റ് നോക്കാം. ആദ്യം തന്നെ ഒരു സൺഗ്ലാസ് എടുത്തു. ഓക്കെ, നമ്മുടെ അതേ സൺഗ്ലാസ്. പിന്നെ അടുത്തതായി നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ടോർച്ച്. ആ ഒരു ടോർച്ച് ലൈറ്റ് ഞാൻ നമ്മുടെ ചുമരിലേക്ക് അടിച്ചു. ഏകദേശം ഇതങ്ങനെയാണ് കാണുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായി എന്താ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ, ഈ ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ് ഞാൻ ഈ ടോർച്ചിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. അപ്പോൾ സഡൻലി അവിടെ ഒരു ഇൻറ്റൻസിറ്റി ചേഞ്ച് ഉണ്ടായി. നോക്കൂ, ഗ്ലാസിൻ്റെ ആ ഒരു ഏരിയയിൽ മാത്രം അവിടെ ഒരു ഇൻറ്റൻസിറ്റി ചേഞ്ച് ഉണ്ടായി. ഇത് എന്തുകൊണ്ടാവാം? നമുക്ക് ചാപ്റ്റർ ഒന്ന് പഠിച്ചാലോ. അപ്പം നമ്മൾ എക്സ്പെരിമെൻ്റ് കണ്ടു അല്ലേ? എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിനയാണ് പഠിച്ചത് അല്ലേ? ഇനി നമുക്ക് പോളറൈസേഷൻ വരുന്ന നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, അതായത് വേവ് ഒപ്റ്റിക്സ് നമുക്ക് പഠിച്ചു തീർക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ മെല്ലെ തുടങ്ങാം. വേവ് ഒപ്റ്റിക്സ്, വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വേവ് ഒപ്റ്റിക്സ്. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മൾ വേവ് ഒപ്റ്റിക്സിലേക്ക് കടന്നു. ഓക്കെ, ഇനി ചാപ്റ്ററിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എ വേവ് ഫ്രണ്ട് എന്നത്. എന്താണ് ഒരു വേവ് ഫ്രണ്ട്? എന്താണ് ഒരു വേവ് ഫ്രണ്ട്? അതായത് നമ്മളിപ്പോൾ ഒരു പാർട്ടിക്കിൾ എടുത്തു. ലെറ്റ്സ് സേ ഈ പർപ്പിൾ കളർ ഡോട്ട് കണ്ടോ, ഈ എല്ലാ ഡോട്ടുകളും, ഇവന്മാരൊക്കെ എന്താണ്? ഒരു പാർട്ടിക്കിളാണ് എന്ന് വിചാരിച്ചു. ഈ പാർട്ടിക്കിൾസ് എല്ലാവരും ഒരേ ഫേസിലാണ്. മീൻസ് ഒരേ ഫേസിലാണ് ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഒരേ ഫേസിലാണ് കിടക്കുന്നത്. ഓക്കെ, ഈ ഒരേ ഫേസിൽ കിടക്കുന്ന പാർട്ടിക്കിൾസിലൂടെ ഞാൻ ഒരു ലോക്കസ് വരച്ചു. അതായത് ആ പാർട്ടിക്കിൾസിനെയൊക്കെ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു. ആ ലൈനിനെ നമ്മൾ വിളിക്കും എന്ത്? വേവ് ഫ്രണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് വേവ് ഫ്രണ്ട്? വേവ് ഫ്രണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the particles, the locus connecting all the particles having the same phase. അതായത് ഒരേ ഫേസ് ഉള്ള എല്ലാ പാർട്ടിക്കിൾസിനെയും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ലോക്കസ് ആണ് ആര്? നമ്മുടെ വേവ് ഫ്രണ്ട് എന്ന് പറയും. ഓക്കെ, ഇനി ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ വേവ് ഫ്രണ്ട് ഉണ്ടല്ലോ. ഈ വേവ് ഫ്രണ്ടിനോട് എപ്പോഴും റേ ഓഫ് ലൈറ്റ്, അതായത് ലൈറ്റിന്റെ റേ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? വേവ് ഫ്രണ്ട് എന്താണെന്ന് പഠിച്ചു. വേവ് ഫ്രണ്ട് ഈസ് നോൺ ആസ് ദ ലോക്കസ് ഓഫ് ആൾ ദ പോയിന്റ്സ് ഹാവിങ് സെയിം ഫേസ്. ഇനി റേ ഓഫ് ലൈറ്റ്, അതായത് ലൈറ്റിന്റെ റേ വേവ് ഫ്രണ്ടിനോട് എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ മെല്ലെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ട്. ഓക്കെ, നമ്മൾ വേവ് ഫ്രണ്ട് എന്താണെന്ന് പഠിച്ചു. നമ്മുടെ വേവ് ഫ്രണ്ട് ഭൂമിയിലെ ഒരു ടൈപ്പ് മാത്രമല്ല, പല പല ടൈപ്പിലുള്ള വേവ് ഫ്രണ്ടുകളും നമ്മുടെ ഈ ഒരു ലോകത്ത് കാണാൻ സാധിക്കും. അതിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ സ്പെറിക്കൽ വേവ് ഫ്രണ്ട്. ഓക്കെ, സ്പെറിക്കൽ വേവ് ഫ്രണ്ട് എന്താണ്? സ്പെറിക്കൽ വേവ് ഫ്രണ്ട് നമുക്ക് എവിടെ കാണാൻ സാധിക്കുക? പോയിന്റ് സോഴ്സിൽ കാണാൻ സാധിക്കും. പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് ബൾബ്, പിന്നെ അതേപോലെ തന്നെ കാൻഡിൽസ്, മെഴുകുതിരിയിൽ നിന്നും ലൈറ്റ് ബൾബിൽ നിന്നും ഉത്ഭവിക്കുന്ന പോയിന്റ് സോഴ്സ്, അതായത് ഉത്ഭവിക്കുന്ന ലൈറ്റ്, ആ ഒരു പ്രകാശത്തിന് എപ്പോഴും സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും കാണാൻ സാധിക്കുക. അതായത് the light source, which is a point source that is emitted from the light bulb and as well as the candle, exhibit or have a spherical wavefront. Okay, അത് ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കേണ്ട എന്താണ്? പോയിന്റ് സോഴ്സിനാണെങ്കിൽ സ്ഫെറിക്കൽ. ഓക്കെ, ഇനി അടുത്തത് ഇൻഫിനിറ്റിയിൽ നിന്നുള്ള സോഴ്സ്. ഇൻഫിനിറ്റിയിൽ നിന്ന സോഴ്സിന് അടുത്ത ടൈപ്പ് വേവ് ഫ്രണ്ട് ആണ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. എന്താണ് പ്ലെയിൻ വേവ് ഫ്രണ്ട്? അതായത് നമ്മളിപ്പോൾ ലൈറ്റ്, അതായത് സൂര്യനിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നും
പ്രകാശം നമ്മൾ കാണുക. നമ്മൾ വിചാരിക്കും അതൊരു പോയിന്റ് സോഴ്സ് ആണ്. സൂര്യൻ ഇപ്പോൾ സർക്കുലർ ആണല്ലോ, അതുകൊണ്ട് നമ്മൾ വിചാരിക്കും അതൊരു പോയിന്റ് സോഴ്സ് ആണ്. പക്ഷേ അല്ല. നമ്മൾ ഈ ഒരു സൂര്യൻ ഇങ്ങനെ എടുത്തു, നമ്മുടെ സൂര്യൻ, ഇത് നമ്മുടെ ഭൂമി. ഓക്കെ, ഈ സൂര്യനിൽ നിന്ന് ഇങ്ങനെയാണ് ലൈറ്റ് റേസ് വരുന്നത്. പക്ഷേ അതൊരു ഡിസ്റ്റൻസ് കഴിയുമ്പോൾ നമുക്ക് കാണുന്നത് അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സൂര്യനിൽ നിന്ന് പ്ലെയിൻ വേവ് ഫ്രണ്ട് വരുന്നു എന്ന് പറയുന്നത്. അതായത് ഡിസ്റ്റൻസ് കാരണം സൂര്യനിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ട് പ്ലെയിൻ ആയിട്ട് നമ്മളിലേക്ക് എത്തുന്നു. അതാണ് ഇൻഫിനിറ്റിയിൽ നിന്ന് സോഴ്സിന്റെ പ്രത്യേകത. അതിന്റെ പിക്ചറാണ് ഇങ്ങനെ ഒരു പിക്ചർ റെപ്രസെന്റേഷൻ ആണ്. ഇഷ്ടം നോക്കി വെക്കുക. ഇനി അടുത്തതാണ് ലീനിയർ സോഴ്സ്. അടുത്ത ടൈപ്പ് ഓഫ് വേവ് ഫ്രണ്ട് ആണ് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് പറഞ്ഞാൽ ലീനിയർ സോഴ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന വേവ് ഫ്രണ്ടാണ്. അതായത് ട്യൂബ് ലൈറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ലീനിയർ സോഴ്സ് ആണ് അല്ലേ, ഇപ്പോൾ റെക്ടാങ്കുലർ ആയിട്ടാണുള്ളതാണ്. യെസ്, അത് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആ ഒരു ട്യൂബ് ലൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ട്യൂബ് ലൈറ്റ് നിങ്ങൾ വിചാരിച്ചോ, അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു വേവ് ഫ്രണ്ട് ഉണ്ട്. ഇത്രയാണ് നമുക്ക് വേവ് ഫ്രണ്ടിന്റെ വെറൈറ്റീസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അടുത്തതാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ. എന്താണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ? ഓക്കെ, ഹൈഗൻസ് പ്രിൻസിപ്പിളിന് മെയിനായിട്ട് 3 പോസ്റ്റുലേറ്റുകളാണ് ഉള്ളത്. അതിൽ ആദ്യം നമുക്ക് നോക്കാം. ഈച്ച് പോയിന്റ് ഓൺ എ വേവ് ഫ്രണ്ട് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു വേവ് ഫ്രണ്ട് ഇങ്ങനെ ഒരു വേവ് ഫ്രണ്ട് എടുത്തു, അതിലൊരു പോയിന്റ് സെക്കൻഡറി വേവ്ലെറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഇപ്പോൾ നോക്ക്, നമ്മൾ ഒരു പോയിന്റ് എടുത്തു, ആ ഒരു പോയിന്റിൽ കൂടെ ലോക്കസ്, അതായത് നമ്മുടെ വേവ് ഫ്രണ്ട് വരച്ചു. ഈ വേവ് ഫ്രണ്ടിൽ ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, ഇനി ആ ഒരു പോയിന്റിലൂടെയും നമ്മൾ വേറെ ഒരു ലോക്കസും കൂടി വരച്ചു. ഇതിലിപ്പോൾ രണ്ടാമത്തെ ലോക്കസിൽ വേറെ ഒരു പോയിന്റ് എടുത്തു, അതിലൂടെ മറ്റൊരു ലോക്കസ് വരച്ചു. അങ്ങനെയാണ് നമ്മുടെ വേവ് ഡെവലപ്പായി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞത്. അത് ഇനി അടുത്ത് സെക്കൻഡറി വേവ്ലെറ്റ് സ്പ്രെഡ്സ് ഇൻ ആൾ ഡയറക്ഷൻസ് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗിവൻ മീഡിയം. നമ്മൾ പറഞ്ഞു ഇങ്ങനെ, ഇത് പ്രൈമറി വേവ്ലെറ്റ്, സെക്കൻഡറി, അങ്ങനെ സ്പ്രെഡ് ആവും എയറിൽ. ഏതിന്റെ വെലോസിറ്റി ആയിട്ട്? ലൈറ്റിന്റെ വെലോസിറ്റി ആയിട്ട്. ഓക്കെ, if we draw a common tangent to the secondary wavelets we obtain new wave front. അതായത് സെക്കൻഡറി വേവ്ലെറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു വേവ് ഫ്രണ്ട് എടുത്തു, ഇതൊക്കെയാണ് സെക്കൻഡറി വേവ്ലെറ്റ് എന്ന് വിചാരിച്ചു. ഇതിൽ പോയിന്റ്സ് ഉണ്ടാവില്ല. ഈ പോയിന്റിലൂടെ നമ്മൾ ഒരു ഇത് വരച്ചു, ഒരു ടാൻജന്റ്. ആ ടാൻജന്റ് എന്താണ്? സെക്കൻഡ് ന്യൂ വേവ് ഫ്രണ്ട് ആയിട്ട് ആക്റ്റീവ്, ന്യൂ വേവ് ഫ്രണ്ട് ആയിട്ട് ഈ ഒരു ടാൻജന്റ് മാറും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഹൈഗൻസ് പ്രിൻസിപ്പിളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ എന്താ വെച്ചാൽ, അതായത് സെക്കൻഡറി സോഴ്സ്, അതായത് വേവ് ഫ്രണ്ടിലുള്ള ഓരോ പോയിന്റ്സും സെക്കൻഡറി സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും, സെക്കൻഡറി വേവ്ലെറ്റിന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി സെക്കൻഡറി വേവ്ലെറ്റ് സ്പ്രെഡ് ഇൻ ആൾ ഡയറക്ഷൻസ് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗിവൺ മീഡിയം. സെക്കൻഡറി വേവ്ലെറ്റ്സ് ഗിവൺ മീഡിയത്തിൽ, അതായത് സെക്കൻഡറി വേവ്ലെറ്റ്സ് സ്പ്രെഡ് ആവും, എന്നിട്ട് വെലോസിറ്റി, അതായത് ലൈറ്റിന്റെ വെലോസിറ്റിയിൽ സ്പ്രെഡ് ആയിട്ട് അത് ഇതാവും. ഇനി ഇഫ് യു ഡ്രോ എ കോമൺ ടാൻജന്റ് ടു സെക്കൻഡറി വേവ്ലെറ്റ് യു ഒബ്റ്റെയിൻ ന്യൂ വേവ് ഫ്രണ്ട്. നമ്മൾ പുതിയ വേവ് ഫ്രണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ സെക്കൻഡറി വേവ്ലെറ്റ്സിൽ കൂടെ ഒരു ടാൻജന്റ് വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ,